താങ്ക് യു. അതെ, ശരിക്കും താനാണോ നേരത്തെ, ഞാനാണോ നേരത്തെ? എന്തായാലും ഞാനല്ല സാർ. ഓ, ഞാൻ വിചാരിച്ചു ഞാനായിരിക്കും നേരത്തെ എന്ന്. ആ പിന്നെ എന്നും ഇങ്ങനെ നേരത്തെ വന്നോണം. യെസ് ആ സാർ. ഒരു മിനിറ്റ്. ആ കുറെ നാളെ ഇത് പറയണമെന്ന് വിചാരിച്ചിരിക്കണം. സാർ കുറച്ചും കൂടി പ്രായം കുറഞ്ഞ പ്രേം നസീർ പോലെ തന്നെ ഇരിക്കും. അതേ ഫ്രെയിംലെസ് കണ്ണട, ആ നൈസ് താടി, പക്ഷെ ആ പിത്ത വയർ അത് കുറച്ച് കുറയ്ക്കണം. എന്നാ പിന്നെ ഞാൻ കുറച്ച് യോഗ പഠിക്കാം. എക്സലന്റ് സാർ. വാ നടക്ക്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇരിക്കിരിക്കും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അതെ, എല്ലാരും ഗുഡ് മോർണിംഗ് തരുമ്പോ നീ എന്റെ കൂടെ നടന്ന എല്ലാരും വിചാരിക്കും നിനക്കാ ഗുഡ് മോർണിംഗ് എന്ന്. എനിക്കാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ആ ഗുഡ് മോർണിംഗ്. വൺ മോർ റിപ്പീറ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. പൊക്കോ പൊക്കോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. സ്റ്റെഫി, സർ. ഒന്ന് എന്റെ സ്വന്തം ക്യാബിനിലേക്ക് വരൂ. യെസ് സർ. സോ സാഡ്. സ്റ്റെഫി കുട്ടി, ചെല്ല്. ഹേ ലോല. വാട്ട്സ് അപ്പ് ലോല കുട്ടി? ഡാ സൂര്യ വന്നിട്ടുണ്ട്. ആഹാ. ചെക്കൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഹിമാലയ ഞാൻ ഇതാ ഇടണേ. ഒരു മിനിറ്റ്, അതിലേക്ക് IPA മിക്സ് ചെയ്യും. അതല്ല IPA. IPA. IPL ആ? ഹലോ സോറി ഇവിടെ പറഞ്ഞു. അല്ലടാ, അവനെ ഹിമാലയത്തിലൊക്കെ പോയിട്ട് എന്തോ കുന്തം മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ടേ. അല്ല, അപ്പൊ വൈകിട്ട് എന്താ പരിപാടി? ഓഹ്, ഞാൻ എവിടെയെങ്കിലും പോയാലാന്ന് ആലോചിക്കണായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഒരു തലപൊളിയണ അസൈൻമെന്റും എന്റെ ബുദ്ധിക്കാണെങ്കിൽ തീർക്കാനും പറ്റാനുള്ളത്. ഇവിടെ മറ്റൊരു വൃത്തിയായിട്ട് MD ഇല്ലേ, തോമസ് പൊകലക്കാട്. ആ ബദൂരിയുടെ കഥ ഞാൻ ഇന്നാണ് അറിയണത്. ഇയാൾക്ക് തൊടുപുഴ ടൗണിൽ പൊകലക്കച്ചവടം വരുന്നു. അങ്ങനെയാണ് ഇയാൾക്ക് പൊകലക്കാട് എന്ന് പേര് വന്നത്. ഇയാള് അമേരിക്കയിൽ പണിയുള്ള ഒരു നേഴ്സിനെ കിട്ടി. ആ നേഴ്സാണെങ്കിൽ അമേരിക്കയിൽ തിരിച്ചു പോയപ്പോ ഒരു സായിപ്പിനെ കിട്ടി. ആ സായിപ്പിനാണെങ്കിൽ 19 വയസ്സെന്തോ ഉണ്ട്. ആ സായിപ്പാണെങ്കിൽ കുറച്ചാളെ കഴിയുമ്പോൾ തട്ടിയും പോയി. അപ്പൊ ആ സായിപ്പിന്റെ പേരിലുണ്ടായി IT കമ്പനി ഈ പെണ്ണുമ്പിള്ളിയുടെ പേരിലായി. ഈ ബദൂരിപ്പട പൊകലക്കാരൻ അങ്ങോട്ട് കെട്ടിയെടുക്കാതിരിക്കാനാണ് ഇവിടെ പെട്ടിക്കട പോലത്തെ ഒരു IT കമ്പനി തുടങ്ങിയത്. ഈ പെട്ടിക്കട കിടന്ന് പണിയെടുത്ത് ഞങ്ങളുടെ നടുവില്ലാണ്ടായി. പിന്നെ എന്ത് പറയാനാണ്. ആ സാറെന്താ ഇവിടെ? ഞാൻ എന്റെ അടിയന്തരത്തിന് വന്നതാ. അപ്പൊ എന്നെ കുറിച്ച് മോൻ എല്ലാം മനസ്സിലാക്കിയല്ലയോ? അപ്പൊ ഇനി മോൻ വേറെ ജോലി അന്വേഷിക്കായിരിക്കുമല്ലയോ? അറിയില്ല സാർ. പത്ത് കഴിച്ച് എത്ര രൂപ കിട്ടാണ്ടല്ലോ, അത് മേടിച്ചോണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സ്ഥലം വിട്ടോടാം. എടാ, ചോറ് തരുന്നവരെ റെസ്പെക്ട് ചെയ്യാൻ അറിയുന്ന ഒരുപാട് ഐറ്റിക്കാരെ പുറത്ത് തെണ്ടി തിരിച്ച് നടപ്പുണ്ട്. ഞാൻ അവരെ ആരെങ്കിലും വെച്ചോളാം. സാർ കേട്ടോ? ബാഗൊന്ന് വാസ് ചെയ്തു. അവന്റെ കൂടും കുടിക്കും. താങ്ക് യു സാർ. ബിനു, എന്റെ സ്വന്തം ക്യാബിനിലേക്ക് വരൂ. ലോലക്കുട്ടി, നീ അറിഞ്ഞ എന്റെ ജോലി പേടി? പണി പോയാ? അപ്പൊ ചെലവുണ്ട് ട്ടാ. നിനക്കങ്ങനെ പലതും പറയാം, എനിക്കിവിടെ പലതും മിസ്സാവും. ഇനി എന്തായാലും അടുത്ത പണി കിട്ടുന്നവരെ നീ ഫ്രീ ആയി. അടിപൊളി. എന്നാലേ നമുക്ക് വൈകിട്ട് കാണാം. ഓ, കാണാം. No, where you from, like, really? I don't know what came first though. So. Oh, okay. Okay. ഇത് ജോബിന്റെ ഈ സ്ഥാപനമാണ് സുഹൃത്തുക്കളുടെ സംഗമസ്ഥാനം. ഉഡായിപ്പിന്റെ ഈറ്റില്ല. Hi, this is my Hi, nice to friend meet you. Jobless. അവിടെ ഇരുന്നോ? ഏതോ ബാൽക്കൻ രാജ്യം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇന്തോനേഷ്യ, ജപ്പാൻ, ചൈനീസ് ഇതൊക്കെ എടുക്കാം, പക്ഷെ ഈ സൈസ് എടുക്കാൻ പറ്റില്ല. ഇതിപ്പോ നമ്മളെ കൊണ്ട് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതിനിപ്പോ എന്താ ഇന്ത്യ അല്ലേ കൊണ്ടുപോണേ ഇപ്രാവശ്യം? ഞാനല്ലേ കൊണ്ടുപോണേ? അന്ന് എടുത്തോണ്ടും പോ, ഇവിടെ നിന്ന് വർത്താനം പറയാൻ നിൽക്കില്ല. കാപ്പിടിച്ചിട്ട് വിട്ടോ. അപ്പൊ അതാണ് പ്രശ്നം. അപ്പൊ അല്ലെങ്കിൽ ഞാൻ ഇനിയും വെക്കും പാട്ട്. സൈക്കിളാ. പോലീസിനെ വിളിക്ക്. സ്വർണം പോയില്ലല്ലോ, ഇങ്ങനെ ചത്തു.
കഴുത്തിൽ മാല ഇപ്പോഴും ഉണ്ടല്ലോ. പിന്നെ മാലയോ? അവനെന്താ ചെയ്തെന്നറിയോ? ആളില്ലാത്ത നേരം നോക്കി ആ പെങ്കൊച്ചിനെ കയറി പിടിച്ചിരിക്കുക. വരുമ്പോ തന്നെ ഒരു വള്ളിക്കെട്ട് വാങ്ങിച്ചു വെക്കല്ലേ. നീ ഇവിടെ വന്നേ. അപ്പൊ എന്റെ ബൈക്കോ? എന്നാ അതും എടുത്തോണ്ട് വാ. ഇവന് അവന്റെ ഒരു മാല. ഇത് സൂര്യദേവനാരായണൻ. ആള് മോറൽ പോലീസ് ഒന്നുമല്ല, പക്ഷെ പ്രശ്നങ്ങളുള്ളിടത്ത് ഇടപെട്ടിരിക്കും. യാത്രയോടാണ് കൂടുതൽ കമ്പം. യാത്ര എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന യാത്രകൾ. ഡാ, ഞാൻ പറയാം. അങ്ങ് ദൂരെ ഹിമവാന്റെ മടിത്തട്ടിൽ നല്ല മഞ്ഞും കുളിരും ഒക്കെ ഉള്ള സ്ഥലത്ത് അല്ലടാ? അല്ല അല്ല പിന്നെ ചിറാപ്പുഞ്ചിയ ആന്ന്. ഏകദേശം ഒരു 45 ഡിഗ്രി ചൂടുള്ള സ്ഥലം. ഈ ചൂടിലും നല്ല കുളിര് കോരുന്നൊരിടം. ആര് കോരും? പോടാ, ലിറ്ററലി ഹെവൻ. അതേത് സ്ഥലം? അടിമാലി. അടിമാലിയിലെ ചന്ദ്രികയോ? അതൊന്നും അല്ലടാ, ഖജറാവോ. അങ്ങനെ ഇരുന്നപ്പോ ഒറ്റയ്ക്ക് ഒരു ഹിമാലയൻ ട്രിപ്പ് അടിക്കണം തോന്നി. ബൈക്ക് എടുത്ത് അങ്ങ് വിട്ട് മൈസൂരിൽ നിന്നൊരു കമ്പനി കിട്ടി. ഒരു കിടിലൻ ഐറ്റം, പേര് ചാർലി. ഒന്നും അല്ല അളിയാ. അതെ, നീ ഒന്നുമല്ലായിരിക്കും. ഞങ്ങളൊക്കെ അടിപൊളിയാ കേട്ടാ. ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾ കുറെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിച്ച് ഞങ്ങൾ മധ്യപ്രദേശിലെത്തി. പുള്ളി ഗൈഡായിരുന്നോ? കബൂർ സീനാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർത്തി. പറയടാ. അലമ്പാക്കാണെങ്കിൽ ഞാൻ പറയണില്ല. മധ്യപ്രദേശിലെ ഖജറാവോ. രതിശില്പങ്ങൾ തീർത്ത ഖജറാവോ പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ സ്റ്റഡീസ്. ആ ഖജറാവോല് ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ചാർലി ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി. ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്ന സുന്ദരികളെ പോലെ. എടാ മറ്റേ മഹാഭാരതത്തിന്റെ സെറ്റില്ലേ സീരിയലാകണം. അതെന്ത് അല്ല ഇത് മറ്റേ മൈസൂർ എന്ന് പണ്ടല്ല. ഐറ്റത്തിന് എന്ത് സാധനം കിട്ടി മണപ്പിച്ചു. അതില് പോയി ചാർലി. ഈ സീനാണ് ഞാൻ കഥ പറയണില്ല. വേണ്ട, നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ. വേണ്ട, ഇത് കാണ്. നിനക്കൊന്നും വിശ്വാസമില്ലല്ലോ. പോയ വീഡിയോ കാണിച്ചു നോക്കട്ടെ. വെറുതെ കൊതിപ്പിക്കല്ലേ. ഇത് വെറും സാമ്പിള്. ഇനിയല്ലേ കഥ. ഞാൻ അവിടെ ഒരു സുന്ദരിയെ പരിചയപ്പെട്ടു. പേര് ചാന്ദിനി. ഒരു 2 വീക്സ് നീണ്ടു നിൽക്കുന്ന ഒരു ഹണിമൂൺ. ഒരു ദേവദാസി സമ്പ്രദായം. അത് കഴിഞ്ഞിങ്ങ് പോന്നു. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയിൽ ഡിവോഴ്സ്. കലക്കൻ. അവിടെ തീർന്നുമല്ല. ഇനി ആരും അന്വേഷിച്ചു വരുന്നില്ല. ഒരാളുടെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ കുലത്തൊഴിൽ. കുലത്തൊഴിൽ കുലമഹിമ എന്നൊക്കെ പറയും പോലെ അവരുടെ ഒരു ദേവദാസി മറ്റേ ഫാമിലി. എനിക്കിത് കേട്ടിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടോ? ഗ്രാമങ്ങളുടെ ഇന്ത്യ നമ്മ കണ്ടെത്തണ ഗ്രാമങ്ങൾ. നിനക്ക് പിന്നെ പോവാൻ തോന്നിയില്ലേ? തോന്നി. അവളെ മറക്കാൻ വേറൊരു ഫീലാടാ. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ലൈഫിൽ ഉണ്ടായിട്ടില്ല. ഐ ലോസ് മൈ സെൽഫ്.